ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് താരൻ അകറ്റാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ്. വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനു വേണ്ടിയായിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഈ ഉലുവ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. അതിന് കൃത്യമായിട്ട് അളവില്ല, നമുക്ക് തലയിൽ എത്രത്തോളം തേക്കണോ അത്രത്തോളം എടുക്കുക. എന്നിട്ടത് ഈ കാണുന്നത് പോലെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മതിയാവും, ഒരു 4-5 തുള്ളി അത്ര മതിയാവും. പിന്നെ വേണ്ടുന്നത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്, അതിൻ്റെ മഞ്ഞ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ താരം മാറ്റുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ മുട്ടയുടെ വെള്ള വേറെ ആക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളയാണ് ആവശ്യം. അപ്പോൾ മുട്ടയുടെ വെള്ള ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കട്ടിക്ക് അരയണമെന്നില്ല, ലൂസായിട്ടിരുന്നാലും മതി. അതിനുശേഷം ഇതിലേക്ക് അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. ഒരു നാരങ്ങയാണ് കാണിച്ചതെങ്കിലും അര നാരങ്ങ മതിയാവും. കാരണം നാരങ്ങ എന്ന് പറയുന്നത് ഹൈലി ആസിഡിക്കാണ്, അതുകൊണ്ട് തന്നെ അതിന് നീര് ഒരുപാട് വേണ്ട. ഇതിൻ്റെ നീര് നല്ലോണം പിഴിഞ്ഞെടുത്ത ശേഷം അതിൻ്റെ കുരുക്കളൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയുക. എന്താണെന്ന് വെച്ചാൽ ഇത് തലയിൽ ഇട്ടിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യാനുള്ളതായതുകൊണ്ട് ആ കുരുക്കളൊക്കെ നീക്കം ചെയ്യുന്നത് വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും. ഇതിലുള്ള ഈ കുരുക്കളൊക്കെ നല്ല നീക്കിയ ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്തപ്പോൾ ആദ്യം ഇത് പതപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് പതപ്പിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഇത് യോജിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും ആദ്യം. അപ്പോൾ സ്പൂൺ എടുത്തിട്ട് എത്രത്തോളം സമയം പിടിക്കുമോ യോജിക്കാൻ വേണ്ടിയിട്ട് അത്രയും നേരം അത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. സ്പൂണിൽ ഇങ്ങനെ കോരിയെടുക്കാനായിട്ട് പറ്റണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മുട്ടയുടെ വെള്ള വേറെയും നാരങ്ങയുടെ നീരും പിന്നെ ഉലുവ കുതിർത്തതും കൂടെ യോജിക്കാണ്ടായിപ്പോവും. നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു 10 മിനിറ്റ് മുൻപ് ഇത് കൈകളിൽ എടുക്കുക. അതിനുശേഷം തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. മുടിയിലല്ല ശരിക്കും തേച്ച് പിടിപ്പിക്കേണ്ടത്, തലയോട്ടിയിൽ തന്നെ നല്ല മുഴുവനായിട്ട് തേച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തല നല്ലതുപോലെ കഴുകി കളയാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് താരനില്ലാതാകാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ്. താരനുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. താരനകന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലും നിൽക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്യാനായിട്ട് മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ മുട്ടയുടെ വെള്ള വേറെ ആക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞ വേറെ ആക്കി വെച്ചിട്ടുണ്ട്.